ഹലോ എവരി വൺ. നിങ്ങൾ സസ്പെൻസ് മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതും ഇൻ്റർനാഷണൽ ലെവലുള്ള ഹോളിവുഡും കൊറിയൻ ടൈപ്പിലൊക്കെ ഉള്ള ആ റേഞ്ചിലുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ മൂവി. പടം ഒരു സ്ലോ പേസ് രീതിയിലാണ് പടം പോണത്. ഫസ്റ്റ് ഹാഫും അതേ ഇച്ചിരി സ്ലോ ആണ്, സെക്കൻഡ് ഹാഫും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് കളി. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസ് ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ്. പടത്തിൻ്റെ ഫുൾ ഹാർട്ട് ഇരിക്കണത് അല്ലെങ്കിൽ ഫുൾ കോർ ഇരിക്കണത് ആ ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ്. കാരണം കളി മൊത്തം അങ്ങോട്ട് മാറണാണ്. അതുവരെ നമ്മ ഗസ്സിങ് ആണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗസ്സിങ് ഇങ്ങനെ മൈൻഡിൽ നമ്മുടെ വരും. അതിനുള്ള എലമെന്റ് ഒക്കെ പടത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യണമെന്നാണ്. അത് എനിക്ക് തോന്നുന്നു മറ്റേ എഴുതിയ ആളുടെ ഒരു ബ്രില്യൻസ് ആണ് സംഭവം. അതിന് വേണ്ടി തന്നെ കുറെ പർപ്പസ്ഫുള്ളി ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മ ഇങ്ങനെ ഗസ് ചെയ്തിരിക്കും. അവസാനം ക്ലൈമാക്സിൽ സംഭവം കളി മാറണാണ്. അതാണ് എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മ ഗസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അവസാനം വന്ന് സംഭവിക്കണത്. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ തിരക്കഥാകൃത്തിനും സിനിമാറ്റോഗ്രഫിയും ചെയ്തേക്കണത് പുള്ളി പെശകായിട്ട് തല എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. കാരണം ഇതുപോലൊരു മാസ്റ്റർ പീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയല്ല സംഭവം. യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് പോയി കണ്ടാൽ മതി ഈ പടം. എന്നാലേ ഈ പടം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന കളിയൊന്നും അല്ല അവിടെ നടക്കാൻ പോണത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ്, ഫാമിലി ബോണ്ടിങ്. മോനെ, അത് ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതിനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞല്ല നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു സംഭവം നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ആക്ഷനിലൂടെയാണ് നമുക്കത് പറഞ്ഞ് കൺവേ ചെയ്യണത്. ആ മെസ്സേജ് അതാണ് ഇതിന്റെ കോർ മെസ്സേജ് എന്നുള്ളത്. അതാണ് സംഭവം. കാരണം ആഫ്റ്റർ ഓൾ ഫാമിലി ഈസ് ഫാമിലി. പിന്നെ ഇതിനെ ആൾക്കാർ ദൃശ്യമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് അടിച്ചു വിടുന്നുണ്ട്. ദൃശ്യം വേറെ തന്നെ പരിപാടിയാണ്. ഇതും ടോട്ടലി ഔട്ട് ഓഫ് ദ വേ. ഇതും വേറെ പരിപാടികളാണ് സംഭവം. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ നിങ്ങൾ എന്തായാലും പോകാൻ നിൽക്കണ്ട. ഇത് സംഭവം വേറെയാണ്. ലൊക്കേഷൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിങ്. അതാണ് നമ്മളെ പടം ലാഗാണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം. ആ ഒരു സംഭവമാണ് അത് നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ കഥ, ലൊക്കേഷൻ, സൗണ്ട് സ്കോറ്, സിനിമാറ്റോഗ്രഫി എല്ലാം എ ക്ലാസ് സംഭവം. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ വിജയരാഘവൻ, എന്താണ് മൂപ്പര അഭിനയം. പുള്ളിയൊക്കെ ലിജൻഡാണ്. ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ റീസെൻ്റ്ലി കണ്ടതിൽ വെച്ച് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് പൂക്കാലം എന്ന് പറഞ്ഞ മൂവിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഈ പടമാണ് പുള്ളിയുടെ നെക്സ്റ്റ് ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ക്യാപ്ചറിങ് പെർഫോമൻസ് എന്ന് പറയില്ലേ, അമ്മാതിരി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആസിഫ് അലി അതേ നല്ല റോള് ആസിഫ് അലിക്ക് കിട്ടി. അത് ആസിഫ് അലി പെശകായിട്ട് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് അപർണ. ഇവരെ കോംബോ പണ്ടേയും വർക്കായിട്ടുള്ളതാണ് ഒരുപാട് പടത്തിൽ. ഇതിലും അതേ ഒട്ടും കുറയാണ്ട് തന്നെ നല്ല കട്ടക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചെറിയ റോളേ ഉള്ളൂ, ബട്ട് പെശക് എന്ന് പറഞ്ഞാൽ പെശകായിട്ട് മൂപ്പരങ്ങട് ക്യാരക്ടറിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ആണ് ഇതാക്കിയത്. നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. പിന്നെ അശോകൻ പൊളിയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്, വൈഷ്ണവിയാന്ന് തോന്നി, ഫാം നോട്ട് റോങ്. വൈഷ്ണവി രാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറും കൂടി ഉണ്ട് ഇതിനകത്ത്. വളരെ കുറച്ച് സീനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 5 to 10 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ. ബട്ട് ഒരു ഐറ്റം പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ഞാൻ വേറെ പടത്തിലൊന്നും കണ്ടിട്ടില്ല ഈ പുള്ളിക്കാരനെ. ആസിഫ് അലിൻ്റെ ഒപ്പം ഒരു കോംബോ ഒരു സീനുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പടം ഇത്തിരി സ്ലോ പേസ് ആണ്, കുറച്ച് ലാഗ് രീതിയിലാണ് പടം ഇങ്ങനെ പോണതും, ഇങ്ങനെ വലിച്ചാണ് പോണതെങ്കിലും പടത്തിന്റെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് അവസാന ക്ലൈമാക്സിൽ എത്തുമ്പോൾ എല്ലാ സംഭവവും കവറപ്പായി പറയും ഇത് മാസ്റ്റർ പീസ് ആണെന്ന്. ആ ഒരു രീതിയിലാണ് പെർഫോമൻസ് കൊണ്ടും ആ ക്ലൈമാക്സിന്റെ സംഭവം കൊണ്ടും ചെയ്തു വെച്ചേക്കുന്നത്. പടം തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക വിത്ത് ഫാമിലി. സസ്പെൻസും ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ പടം. അപ്പോൾ കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.